രേവതിക്ക് ഡെക്കറേഷൻ ചെയ്യാനുള്ള വലിയൊരു ഓർഡർ വരുവാണ്. ആ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനായി രേവതി 2 ലക്ഷം രൂപ തൻ്റെ ഒരു കൂട്ടുകാരിയുടെ അടുത്ത് കടം വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ആ പണവുമായി അവൾ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബൈക്കിൽ വന്ന 2 പേര് അവളുടെ കൈ ഒടിച്ച് 2 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. കൈയൊടിഞ്ഞ രേവതിയെ ആൾക്കാരൊക്കെ ചേർന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ്. ആ വിവരം അറിഞ്ഞ് സച്ചി അവിടേക്ക് എത്തുകയാണ്. പിന്നീട് ബില്ലൊക്കെ പേ ചെയ്ത് രേവതിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുവാണ് സച്ചി. കടം വാങ്ങിയ പണം അച്ചാത് ഏതോ ഒരു കള്ളം വന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോയി. രേവതിയുടെ കൈ ഒടിച്ചു. ഇനി ആ കൈ കൊണ്ട് രേവതിക്ക് ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് സച്ചി രവിയേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇവള് പണം നന്നായിട്ട് സൂക്ഷിക്കാത്തോണ്ടാണ് കള്ളൻ എടുത്തോണ്ട് പോയത്. ഇപ്പൊ ഇവൾക്ക് കിട്ടിയ ഓർഡറും ക്യാൻസൽ ആയില്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുവാണ് ചന്ദ്രമതി. ഓർഡർ ക്യാൻസൽ ആയതില് എനിക്കൊരു സങ്കടവും ഇല്ലാച്ചാ. എന്നാൽ 2 ലക്ഷം രൂപ ഞാൻ കടം വാങ്ങിയ പണമാണ്. ഇപ്പൊ ഞാൻ അവരോട് എന്തു മറുപടി പറയുമെന്നറിയില്ല എന്ന് പറഞ്ഞ് രേവതി പൊട്ടിക്കരയുവാണ്. ഇതില് നിന്റെ തെറ്റൊന്നുമില്ല മോളെ, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഡോക്ടർ എന്താടാ പറഞ്ഞത് എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ വലിയ അടിയൊന്നും കൈക്ക് സംഭവിച്ചിട്ടില്ലാച്ചാ, മരുന്ന് തന്നു വിട്ടിട്ടുണ്ട്, കുറച്ചുനാള് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു എന്ന് സച്ചി അതിന് മറുപടി കൊടുക്കുവാണ്. അത്രയല്ലേ ഉള്ളൂ, വലുതായിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ, കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോയി ആഹാരം ഉണ്ടാക്കാൻ നോക്ക് എന്ന് കൽപ്പിക്കുവാണ് ചന്ദ്ര. നോക്കച്ച, എന്റെ ഭാര്യക്ക് വയ്യാതിരിക്കുവാണ്, അപ്പോഴാണ് അമ്മ ആഹാരം ഉണ്ടാക്കാൻ പറയുന്നത് എന്നു പറഞ്ഞ് സച്ചി ചൂടാവുന്നുണ്ട്. ചന്ദ്രെ, കുറച്ചുപോലും മനസാക്ഷിയില്ലേ നിനക്ക്? അവള് അടിപെട്ടിരിക്കുവാണ്. അങ്ങനെ രവിയേട്ടൻ പറയുമ്പോ പിന്നെ വീട്ടിലാർക്കും ഒന്നും കഴിക്കണ്ട രവിയേട്ടാ എന്ന് ചന്ദ്ര ചോദിക്കുവാണ്. എന്ന് വെച്ച് ഈ സമയത്ത് പോലും ഏട്ടത്തി നിങ്ങൾക്ക് കുക്ക് ചെയ്ത് തരണമെന്നാണോ ആന്റി പറയുന്നേ? ഇതൊക്കെ ടൂ മച്ച് ആന്റി എന്ന് വർഷ പറയുന്നുണ്ട്. ആ ഫുഡ് വേണമെങ്കിലേ പുറത്തുനിന്ന് വാങ്ങിക്കാമേ, നിങ്ങള് ഏട്ടത്തിയെ ഡിസ്റ്റർബ് ചെയ്യാതെ അവിടെ മിണ്ടാതിരിക്ക് എന്ന് ശ്രീകാന്ത് പറയുമ്പോ ചന്ദ്ര ഒന്നും മിണ്ടാതിരിക്കുവാണ്. രേവതി മോളെ, നീ ഇങ്ങനെ കരയാതെ, പണമല്ലേ പോയത്, നമുക്കത് ഉണ്ടാക്കാം. എടാ, സ്റ്റേഷനില് ഒരു കംപ്ലൈന്റ് കൊടുത്തൂടെ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ അതൊക്കെ വരുമ്പോ തന്നെ ഞാൻ കൊടുത്തതാ അച്ഛാ എന്ന് പറയുവാണ് സച്ചി. അപ്പോ പണം കിട്ടില്ലെന്ന അർത്ഥം. എന്റെ 50 ലക്ഷം കളഞ്ഞു പോയപ്പോ ഞാൻ സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തതാണ്. ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. പിന്നല്ലേ ഇവളുടെ 2 ലക്ഷം, അതെപ്പോ കിട്ടാനാ എന്ന് പറഞ്ഞ് സുധി വരുവാണ്. നിനക്ക് ആ പണമല്ലേ മോളെ വേണ്ടത്? ചന്ദ്ര, ഇവിടെ വാ, നിന്റെ സ്വർണം കുറച്ച് കൊടുക്ക്, അത് വെച്ച് പണം രേവതിക്ക് കൊടുക്കാം. എന്താ നോക്കുന്നേ, പോയി സ്വർണം എടുത്തോണ്ട് വാടി എന്ന് രവീന്ദ്രൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങളെന്താ തമാശ പറയുവാണോ? ഇവൾ എവിടെയോ പോയി പണം കളഞ്ഞിട്ട് വരുമ്പോ ഞാൻ എന്റെ സ്വർണം ഊരി കൊടുക്കണമെന്നാണോ എന്ന് ചോദിച്ച് ചന്ദ്ര വയലന്റ് ആവുന്നുണ്ട്. നീ ഇട്ടിരിക്കുന്ന സ്വർണമല്ല ഞാൻ ചോദിച്ചത്, രേവതിയുടെ കുറച്ച് സ്വർണം ഇരിപ്പുണ്ടാവില്ലേ, അതെടുത്തോണ്ട് വാ എന്ന് രവിയേട്ടൻ ആവശ്യപ്പെടുവാണ്. ഒന്നും തരാൻ പറ്റില്ല എന്ന് ചന്ദ്ര പറയുമ്പോ ചന്ദ്രെ, രേവതി ആരോടൊക്കെയോ കടം വാങ്ങിയ പണമാണ് മോഷ്ടിച്ചോണ്ട് പോയത്, അത് തിരിച്ചു കൊടുക്കണ്ടേ അവൾക്ക്? നിന്റെ സ്വർണം തരുന്നുണ്ടോ? അവൾ അത് ഉടനെ തിരിച്ചു തരും എന്ന് പറയുവാണ് രവിയേട്ടൻ. എന്നെ കൊണ്ട് തരാൻ പറ്റില്ല എന്ന് ചന്ദ്ര പറയുമ്പോ അച്ഛാ, എന്റെ കയ്യിൽ നിന്ന് 50 ലക്ഷം കാണാതെ പോയില്ലേ, എന്നിട്ട് എനിക്ക് വേണ്ടി അച്ഛൻ അമ്മയുടെ സ്വർണം വാങ്ങിച്ചോ? ഇല്ലല്ലോ എന്ന് സുധി ചോദിച്ചോണ്ട് വരുന്നുണ്ട്. എടാ, നിന്റെ അടുത്ത് പണം കാണാതെ പോയതല്ല, നിന്റെ മണ്ടത്തരം കാരണം അത് നഷ്ടപ്പെട്ടതാണ്. അതും ഇത് ഒന്നായിട്ട് നീ കൂട്ടണ്ട എന്നു പറഞ്ഞ് സച്ചി വരുവാണ്. അമ്മ, അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, നിങ്ങളുടെ സ്വർണം ഊരിക്കൊടുത്ത് ഏട്ടത്തിയെ ഹെൽപ്പ് ചെയ്യ് എന്ന് ശ്രീകാന്തും പറയുന്നുണ്ട്. എടാ, നീ ചുമ്മാ ഇരിക്കടാ, നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ഞാൻ എന്റെ സ്വർണം കൊടുക്കില്ല എന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുവാണ് ചന്ദ്രമതി. രേവതി, അവളുടെ സ്വർണം ഒരിക്കൽ നിനക്ക് ഊരി തന്നതല്ലേ, അതുണ്ടെങ്കിൽ അവൾക്ക് തിരിച്ചു കൊടുക്ക്. ആ സ്വർണത്തിന് എന്താ പറ്റിയത്? നീ അത് എന്താ ചെയ്തത് എന്നൊക്കെ രവിയേട്ടൻ ചോദിക്കുവാണ്. ആ സമയം സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ സുധി അമ്മയും കൂടി ആ സ്വർണം എടുത്തു മാറ്റി വെച്ചിട്ടുണ്ടാവും അച്ഛാ, ഇവരെ ചോദ്യം ചെയ്താ അത് തിരിച്ചു കിട്ടും എന്ന് സച്ചി പറയുവാണ്. ചന്ദ്ര, ഞാൻ പറയുന്നത് നീ കേൾക്ക്, നിന്റെ സ്വർണ്ണം എടുത്ത് രേവതി മോൾക്ക് കൊടുക്ക്. അങ്ങനെ രവിയേട്ടൻ പറയുമ്പോ എന്നെ കൊണ്ട് കൊടുക്കാൻ പറ്റില്ല, ഇവൾ എന്തായി കാണിച്ചത്? പോയി ആരോടൊക്കെയോ കടം വാങ്ങാൻ ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ, ഇപ്പൊ കണ്ടില്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ. ഇതുകൊണ്ടാ പറയുന്നേ, കൂടുതലൊന്നും ഇവൾ ആഗ്രഹിക്കാൻ പാടില്ലെന്ന്
ഇവളുടെ മേലാശിയാണ് എല്ലാത്തിനും കാരണം. ലക്ഷം കടം വാങ്ങി വലിയ ഓർഡർ എടുക്കാമെന്ന് ഇവൾ അങ്ങ് വിചാരിച്ചു. പൂകെട്ടി കയ്യില് ലക്ഷങ്ങൾ വരുമെന്ന് ഇവള് സ്വപ്നം കണ്ടു കാണും. ഇപ്പൊ എന്തായി രവിയേട്ടാ? എല്ലാം ഇവളുടെ അത്യാഗ്രഹം കൊണ്ടാ സംഭവിച്ചത് എന്ന് ചന്ദ്ര ഉറക്കെ പറയുന്നുണ്ട്. അത് കേട്ട് ദേഷ്യം വന്ന രേവതി ചാടി എഴുന്നേറ്റ് വരുവാണ്. അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? അമ്മ പറഞ്ഞത് ഇതുവരെ ഞാൻ കേട്ടു നിന്നു. ഞാനിതുവരെ കൂടുതൽ സമ്പാദിക്കണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അമ്മേ. എന്നെ വിശ്വസിച്ച് എന്റെ കയ്യിൽ ഒരു ഓർഡർ വന്നു. അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. ഞാൻ വെറുതെ ആരോടൊക്കെയോ കടം വാങ്ങി സമ്പാദിക്കുന്നവളൊന്നുമല്ല. അധ്വാനിച്ചിട്ട് തന്നെയാ സമ്പാദിക്കുന്നത്. പണം തികയാതെ വന്ന കടം വാങ്ങിക്കും. മറ്റുള്ളവരുടെ സ്വർണം അടിച്ചു മാറ്റി എല്ലാവരുടെയും മുന്നിൽ അഭിനയിക്കാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചന്ദ്രയോട് ദേഷ്യപ്പെടുവാണ് രേവതി. അങ്ങനെ പറഞ്ഞു കൊടുക്ക് രേവതി. എടാ ഓടുകാലി, നിനക്കും കൂടി ചേർത്താണ് രേവതി മറുപടി പറഞ്ഞിരിക്കുന്നെ. നീ കേട്ടതല്ലേ എന്ന് സച്ചി ചോദിക്കുവാണ്. രേവതി, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ? എല്ലാ പണവും ഇവര് തിരിച്ചു തന്നില്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ആന്റിയെ കുത്തി പറയുന്നത് എന്ന് ശ്രുതി ചോദിക്കുവാണ്. എന്നെ പറ്റി പറഞ്ഞ ഞാനല്ലാതെ പിന്നെ ആരാ തിരിച്ചു മറുപടി കൊടുക്കേണ്ടത്? ഞാൻ ആരുടെയും പണവും സ്വർണവും ഒന്നും മോഷ്ടിച്ചിട്ടില്ല ശ്രുതി. ആരുടെ അടുത്തും കള്ളം പറഞ്ഞ് ഒന്നും നേടിയിട്ടുമില്ല. ഞാനായിട്ട് തന്നെയാ ഇരിക്കുന്നേ എന്ന് രേവതി പറയുന്നുണ്ട്. നീ എങ്ങനെ വേണമെങ്കിലും ഇരുന്നോടി, നിനക്ക് വേണ്ടി ഞാൻ ഒരു തരി സ്വർണം പോലും തരില്ല എന്ന് ചന്ദ്ര പറയുമ്പോ, ചന്ദ്രേ നീ ഇങ്ങനെ എന്തിനാ പറയുന്നേ? നീ ഉണ്ടെങ്കിൽ കൊടുക്ക് എന്ന് രവിയേട്ടൻ ആവശ്യപ്പെടുവാണ്. നിങ്ങൾ ചുമ്മാ ഇരിക്ക് രവിയേട്ടാ. ശരിക്കും ഇവളുടെ കയ്യിൽ നിന്ന് കള്ളം പണം കൊണ്ടുപോയിട്ടുണ്ടോന്ന് ആര് കണ്ടു? അതുമല്ല, ആ പണം കൊണ്ട് ഇവള് വേറെന്തെങ്കിലും ചെയ്ത് കാണും. ആർക്കറിയാം? നമ്മളാരും പോയി നോക്കിയിട്ടില്ലല്ലോ. ഇവള് വിശ്വസിച്ച് ഞാൻ എന്റെ സ്വർണ്ണമൊക്കെ ഊരിക്കൊടുത്താ അത് മോഷ്ടിച്ചോണ്ട് പോയെന്ന് ഇവള് വന്ന് കള്ളം പറയില്ലേ? അങ്ങനെ പറയുവാണ് ചന്ദ്രമതി. നീ എന്തിനാ ചന്ദ്രേ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെടുവാണ്. വേണ്ടച്ചാ, അമ്മയുടെ സ്വർണ്ണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. അമ്മ അത് തന്നാലും ഞങ്ങൾ അത് സ്വീകരിക്കില്ല. നിങ്ങൾക്ക് അത് പറയുമ്പോൾ തന്നെ വേണ്ടാന്ന് പറയാൻ തീരുമാനിച്ചതാ ഞാൻ. ഇടയിൽ സംസാരിക്കണ്ടെന്ന് വിചാരിച്ച ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത്. പണം മോഷണം പോയത് എനിക്ക് സങ്കടമുള്ള കാര്യം തന്നെയാണ്. എന്നാ അത് ഞങ്ങളുടെ ദുഃഖം മാത്രമാണ്. അതിന് അമ്മയുടെ സ്വർണം കൊടുക്കേണ്ട ആവശ്യമില്ല അച്ഛാ എന്ന് രേവതി പറയുന്നുണ്ട്. അതെ അച്ഛാ, ഈ വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ഇതെന്റെ വീടാന്ന് അമ്മ എത്ര പ്രാവശ്യം വിളിച്ചു പറയുന്നുണ്ട്. ഇനി അമ്മയുടെ സ്വർണം തന്നാല് അതും വിളിച്ചു പറയില്ലേ? കഴിക്കുന്ന ഭക്ഷണം പോലും സമാധാനത്തോടെ കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ സ്വർണ്ണമൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അച്ഛാ എന്ന് പറയുവാണ് സച്ചി. അപ്പോ പണത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും മോനെ എന്ന് രവിയേട്ടൻ ചോദിക്കുമ്പോ, നമ്മള് എത്രയോ പ്രശ്നങ്ങള് താണ്ടി വന്നതാ അച്ഛാ. രേവതി, ഓരോ ഓർഡർ കിട്ടുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാ വിജയിച്ചു വന്നിട്ടുള്ളത്. അതുപോലെ ഈ കഷ്ടപ്പാടും ഞങ്ങൾ താണ്ടി വരും. ആ പണം ഞങ്ങൾക്ക് എങ്ങനെയായാലും റെഡിയാക്കി കൊടുത്താലേ പറ്റൂ. അത് ഞങ്ങൾ നോക്കിക്കൊള്ളാം എന്ന് സച്ചി മറുപടി കൊടുക്കുന്നുണ്ട്. അതെ അച്ഛാ, സച്ചിയേട്ടൻ എന്റെ കൂടെയുണ്ടല്ലോ. ഞാൻ എന്റെ പൂക്കട അടച്ചാലും ശരി, അമ്മയുടെ സ്വർണം ഞങ്ങൾക്ക് വേണ്ട. വാ സച്ചിയേട്ടാ എന്ന് പറഞ്ഞ രേവതി തന്റെ മുറിയിലേക്ക് പോകുന്നുണ്ട്. പിന്നാലെ സച്ചിയും ചെല്ലുകയാണ്. നിനക്കിപ്പോ സമാധാനായോടി ചന്ദ്രേ? ഒരു കൂട്ടുകുടുംബത്തില് ഒരാൾക്ക് കഷ്ടപ്പാട് വന്നപ്പോ നിന്റെ സ്വർണം കൊടുക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. ചന്ദ്രേ, നീ നിന്റെ സ്വർണം അവിടെ തന്നെ വെച്ചോ. അതും കെട്ടിപ്പിടിച്ച് നീ സുഖമായിട്ട് ജീവിച്ചോ എന്ന് ചന്ദ്രയോട് പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യത്തിൽ റൂമിലേക്ക് പോവാണ്.